ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൂൾസുകളാണ് പഠിച്ചത് അല്ലേ? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സ്. ഇനി അതേമാതിരി തന്നെ ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. There are many electronic items which are become part of our daily life. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അധികമായിട്ടും നമ്മൾ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. They provide us entertainment and comfort. നമ്മൾ അതിലൂടെ നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് എന്ത് തരുന്നു? നമ്മൾക്ക് അതിൽ നിന്ന് എന്റർടൈൻമെന്റും കംഫർട്ടും. അതില്ലാതെ നമ്മൾക്കിപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ ഫോണുകൾ, ഇതൊക്കെ നമ്മൾ എന്താണ്, സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ഫോണുകൾ, അങ്ങനത്തെയുള്ള ഫോണുകളെല്ലാം നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ലെറ്റ് us look at some electronic items. ഇനി താഴെ കുറേ ഇലക്ട്രോണിക് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടെലിവിഷൻ. TELEVISION, ടെലിവിഷൻ. ടെലിവിഷൻ എല്ലാവർക്കും അറിയാലോ. അടുത്ത നോക്കൂ, ഐപോഡ് നോക്കൂ, അതെന്താ, എങ്ങനെയാണ് അതിന്റെ ചിത്രം നോക്കുക. അടുത്ത നോക്കൂ, സ്മാർട്ട് ഫോൺ. SMARTPHONE, അതിപ്പോ എല്ലാവരുടെ കയ്യിലുണ്ടാവും അല്ലേ? അതാണ് സ്മാർട്ട് ഫോൺ. അടുത്ത നോക്കൂ, വാച്ച്. WATCH, വാച്ച്. വാച്ച് എല്ലാവർക്കും അറിയാലോ. അടുത്ത നോക്കൂ, ലാപ്ടോപ്പ്. LAPTOP, ലാപ്ടോപ്പ്. അടുത്ത നോക്കൂ, റോബോട്ട്. ROBOT, റോബോട്ട്. അടുത്ത നോക്കൂ, ടാബ്ലറ്റ്. TABLET, ടാബ്ലറ്റ്. അടുത്ത നോക്കൂ, ഡിജിറ്റൽ ക്യാമറ. DIGITAL, ഡിജിറ്റൽ. CAMERA, ഡിജിറ്റൽ ക്യാമറ. അടുത്ത നോക്കൂ, റീഡർ. EREADER, റീഡർ. അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ചിത്രങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആ ചിത്രം എന്താണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ചാപ്റ്റർ 37, പേജ് നമ്പർ 37 എടുക്കുക. ഐഡന്റിഫൈ ഇലക്ട്രോണിക് ഐറ്റം ഹിഡൻ ഇൻ ദ വേർഡ് ഗ്രിഡ്. റൈറ്റ് ദ നെയിംസ് ബിലോ. ഇനി നിങ്ങൾ എന്താണ്, ഒരു ഗ്രിഡ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു കോളത്തിൽ ഒരുപാട് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഈ ഇലക്ട്രോണിക് ഐറ്റംസിലുള്ള പേര് കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ അതിന്റെ പേര് താഴെ കാണുന്ന ലൈൻസിൽ, താഴെ കാണുന്ന ഡാഷില്ലേ, അതിൽ എഴുതി വെക്കുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിക്സ് പേരുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ നന്നായി എഴുതി പഠിക്കുക. അതിന്റെ പേരുകളെല്ലാം 5 ടൈംസ് ആണെങ്കിലും എഴുതി പഠിക്കുക. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഒളിച്ചിരിക്കുന്ന ഈ പേരുകൾ കണ്ടുപിടിച്ച് താഴെ എഴുതുക. ഓക്കെ.